ശക്തമായ വേനൽ മഴ ലഭിച്ചിട്ടും കടുത്ത ചൂടിൽ വിയർത്തൊലിക്കുകയാണ് മലയോരം. വേനൽക്കാലങ്ങളിൽ മുൻ വർഷങ്ങളെക്കാൾ കൂടുതലായി മലയോര മേഖലയിലും മഴ ലഭിച്ചിരുന്നു. എന്നാൽ ചൂടിന് യാതൊരു ശമനവുമില്ല. വേനൽ മഴ പെയ്തതോടെ പുഴയിൽ നീരൊഴുക്കുണ്ടാവുകയും വയലുകളിലും മറ്റും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു. കിണറുകളിൽ ജലനിരപ്പ് ഉയരുകയും കുടിവെള്ളത്തിനുള്ള പ്രതിസന്ധിയിൽ അയവ് വരികയുമുണ്ടായി. കുടിവെള്ള പദ്ധതികൾക്കായി പൈപ്പിടുന്നതിനു വേണ്ടി റോഡ് വെട്ടിപ്പൊളിച്ചതിൽ മഴ പെയ്ത് ഗതാഗതത്തിന് തടസ്സമുണ്ടാവുകയും അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാവുകയും ചെയ്തിരുന്നു. റോഡുകളിൽ പോലും വെള്ളക്കെട്ടുകളും ചെളിക്കുണ്ടുകളും രൂപപ്പെട്ടു. മഴ ഇത്രത്തോളം പെയ്തിട്ടും മേഖലയിൽ ചൂടിന് ശമനമില്ലെന്നാണ് പ്രത്യേകത. 36 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. പകൽ അനുഭവപ്പെടുന്ന കടുത്ത താപനില വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നാട്ടുകാരിൽ ഉണ്ടാക്കുന്നുണ്ട്. പകൽ സമയത്ത് ജോലിയും യാത്രയും മിക്കവരും ഒഴിവാക്കുകയാണ്. അങ്ങാടികളിൽ ഉച്ചസമയത്ത് ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. രാത്രി വീടിനകത്തും പുറത്തും കഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ചൂട് അസഹ്യമായതോടെ കുളിർക്കാറ്റ് ലഭിക്കാൻ ഫാൻ ഉപയോഗിച്ചിട്ടും ശമനമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറച്ചുനേരം പ്രവർത്തിപ്പിക്കുമ്പോൾ തന്നെ ചുടുകാറ്റ് അനുഭവപ്പെടുകയാണത്രേ. രാത്രിയിലും ചൂട് അസഹ്യമായതുകൊണ്ട് ഉറങ്ങാനാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ജനവാതിലുകൾ തുറന്നിട്ടുറങ്ങാനും വീട്ടുകാർ ഭയപ്പെടുകയാണ്. ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവർക്കും ചൂട് അസഹനീയമാണത്രേ. കാർഷിക വിളകളിൽ മിക്കതിനെയും കനത്ത ചൂട് ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തി ജനങ്ങൾക്ക് ബോധവൽക്കരണവും മുന്നറിയിപ്പും നൽകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈഫ്, എടവണ്ണ.